ബ്രെയിൻസ് ഓഡിയോ ബ്ലൂടൂത്ത് മോഡ്യൂൾ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഭയങ്കര തരംഗമായിട്ട് നിൽക്കുന്നൊരു കമ്പനിയാണ് ഈ ബ്രെയിൻസിൻ്റെ റിമോട്ട് കിറ്റുകൾ, കൂടാതെ തന്നെ ബ്രെയിൻസിൻ്റെ USB മോഡ്യൂൾ, ബ്രെയിൻസിൻ്റെ ടോൺ കൺട്രോൾ, ഇതെല്ലാം ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതും ഒരിക്കൽ വാങ്ങുന്ന ആൾക്കാർ വീണ്ടും വീണ്ടും വാങ്ങുന്നതും ചില ആൾക്കാർക്ക് വാങ്ങാൻ നോക്കിയിട്ട് കിട്ടാത്തതായിട്ടുള്ള ഒരു സംഭവമാണ്. ചൂടപ്പം പോലെ വിറ്റ് പോകുന്ന ഒരു പ്രോഡക്റ്റാണ് ബ്രെയിൻസിൻ്റെ ബ്ലൂടൂത്ത് മോഡ്യൂളും റിമോട്ട് കിറ്റും ടോൺ കൺട്രോൾ എല്ലാം തന്നെ. അപ്പോൾ അതിനുള്ളൊരു കാരണം അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി തന്നെയാണ്, കൂടാതെ തന്നെ എൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്, പിന്നെ എൻ്റെ സർവീസ് നല്ലതാണ്. കംപ്ലൈൻ്റ് ആയാലും അവരത് സർവീസ് ചെയ്ത് തരും. നമുക്കിപ്പോൾ ചൈനീസ് മോഡ്യൂളൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കളയാനേ പറ്റുള്ളൂ, പക്ഷേ അത് സർവീസ് ചെയ്ത് ആരും തരുന്നില്ല. പക്ഷേ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ആയാൽ പോലും അവരത് നിങ്ങൾക്ക് സർവീസ് ചെയ്ത് തരുന്നു എന്നുള്ളതും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നല്ല ഡിമാൻഡായിട്ടുള്ളൊരു കമ്പനിയാണ് ബ്രെയിൻസിൻ്റെ ബ്ലൂടൂത്ത് മോഡ്യൂളും ബാക്കി അവരുടെ പ്രോഡക്റ്റുകളും. അവരുടെ 5.1 കിറ്റൊക്കെ ഇറക്കുമോ എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാൻ അവരെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ബോർഡുകൾ, ആംപ്ലിഫയറിൻ്റെ ബോർഡുകളെല്ലാം തന്നെ അവർ ഗ്ലാസ് ഡി ബോർഡ് 7294 പോലുള്ള ബോർഡുകൾ വെച്ചിട്ടുള്ള പ്രോഡക്റ്റുകൾ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ ഇറക്കും. അതെങ്ങനെ ഇറക്കണം എന്നാണ് എനിക്ക് ഈ പ്രോഡക്റ്റ് ഇറക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ അവർ എത്രയും പെട്ടെന്ന് അത് ഇറക്കുക, നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് USB മോഡ്യൂളാണ്. അപ്പോൾ ഇതിൻ്റെ നേരത്തെ വന്ന വേർഷൻ 1 പിന്നെ വേർഷൻ 2 ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഇറങ്ങിയൊരു മോഡലാണ് ഇത്. ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പം ഇതിൻ്റെ വേറൊരു മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നിലവിൽ ഞാൻ ചെയ്യുന്നത് ഈ മോഡ്യൂളാണ്. ഈ ഒരു മോഡ്യൂളിൽ നിന്ന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അപ്പോൾ നമുക്ക് ആ പ്രത്യേകതകളിലേക്ക് പോകാം. ഫസ്റ്റ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു USB മോഡ്യൂളിനകത്ത് നമുക്ക് മൈക്ക് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ മൈക്കിൻ്റെ സോക്കറ്റൊക്കെ നിങ്ങൾ അഡീഷണലായിട്ട് വാങ്ങേണ്ടതായിട്ടുണ്ട്. ഈ റോട്ടറി എൻകോഡർ ഇതിൻ്റെ കൂടെ വരുന്നതല്ല. അത് നമ്മൾ അഡീഷണലായിട്ട് അവരുടെ കയ്യിൽ നിന്ന് ചെറിയൊരു തുക മുടക്കി ഒരു 50-60 രൂപ മുടക്കി നിങ്ങൾ വാങ്ങേണ്ടതാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി, അതായത് റോട്ടറി എൻകോഡർ കണക്ട് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കുന്നതിന് വേണ്ടി മാത്രം ഇത് ഇവിടെ വച്ചിരിക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, എനിക്ക് ഓഡിയോ ചെക്ക് ചെയ്ത് കാണിച്ച് തരാൻ സാധിക്കില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾ നിർബന്ധ പ്രകാരം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ തന്നെ എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും എവിടെയായാലും കോപ്പിറൈറ്റ് ഇഷ്യൂ എനിക്ക് ഈ ഇടയ്ക്ക് കിട്ടിയതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഓഡിയോ ചെക്ക് ചെയ്ത് കാണിച്ച് തരുന്നതല്ല. കാര്യം യൂട്യൂബ് ചാനലായാലും ഫേസ്ബുക്കായാലും മൊത്തത്തിൽ തന്നെ എനിക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും മ്യൂസിക് ടെസ്റ്റ് ചെയ്ത് കാണിച്ച് തരുന്നതല്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഞാൻ ഫോൺ വഴി കാണിച്ചാൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ മനസ്സിലാവത്തില്ല, അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഡയറക്റ്റ് നിങ്ങൾ വാങ്ങി ഉപയോഗിച്ച് നോക്കുക, നിങ്ങൾക്ക് തീരുമാനിക്കുക ഇതിന് ഓഡിയോ ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാനിത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയപ്പോൾ എനിക്ക് പറയാനുള്ളത് നല്ല ഓഡിയോ ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നത്. കൂടാതെ സർവീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതയിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഡയറക്റ്റ് ഇതിൽ മൈക്ക് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഡയറക്റ്റ് മൈക്ക് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ എക്കോയും ഡിലേ നമുക്ക് ഇതിനകത്ത് ഓപ്ഷനായിട്ട് ഉള്ളതാണ്. കൂടാതെ തന്നെ ഇവിടെ പ്ലേ സ്വിച്ച് കാണുന്നുണ്ട്. ഈ ഒരു പ്ലേ സ്വിച്ച് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫഷണൽ മോഡിലേക്ക് പോകും. ആ പ്രൊഫഷണൽ മോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മൈക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ട് പ്ലേ ചെയ്ത് USB കണക്ട് ചെയ്ത് നിങ്ങളൊരു പാട്ട് പ്ലേ ചെയ്യിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് അനൗൺസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മൈക്ക് കയ്യിലെടുത്ത് സംസാരിച്ച് തുടങ്ങുമ്പോൾ ആ ഒരു മ്യൂസിക്കിൻ്റെ സൗണ്ട് ഓട്ടോമാറ്റിക് കുറയുകയും നിങ്ങൾ എന്താണോ സംസാരിക്കുന്നത് അത് കൂടുതൽ ഉച്ചത്തിൽ കേൾക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നൊരു മോഡാണ് ഞാൻ ഈ പറയുന്ന ഈ ഒരു PA മോഡ്. ഈ സ്വിച്ച് ലോങ് പ്രസ് ചെയ്യുമ്പോഴാണ് ആ ഒരു മോഡ് ഇനേബിൾ ആവുന്നത്. അപ്പോൾ ഈ പറയുന്ന PA ആംപ്ലിഫയറുകൾ ഉപയോഗിക്കുന്ന ചേട്ടന്മാർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു മോഡ്യൂൾ തന്നെയാണ്. കാര്യം നിങ്ങൾ സെപ്പറേറ്റ് ഒരു മാനുവലി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 600 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് വരുന്നത്, പ്ലസ് ഒരു കൊറിയർ ചാർജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ 600 രൂപ നിങ്ങൾ മുടക്കിയാൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ നഷ്ടം വരുന്നില്ല എന്നുള്ളതാണ്. ഒന്നാമത്തെ ദിവസം ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി ഒട്ടും തന്നെ നോയ്സ് ഇല്ലാതെ നിങ്ങൾക്ക് സാധാരണ ബ്ലൂടൂത്ത് മോഡൽ ഉപയോഗിക്കുന്ന സമയത്ത് നോയ്സ് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു തരത്തിലുള്ള നോയ്സ് ഇല്ലാതെ ഇത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അത് കൂടാതെ തന്നെ മൈക്ക്, ഞാൻ ഈ പറഞ്ഞ മൈക്കിൻ്റെ ഫങ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് നല്ലൊരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് പുറക് സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു പറയാവുന്നൊരു പ്രത്യേകതയാണ്. പുറക് സൈഡിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ
കണ്ടില്ലേ 5 വോൾട്ട് 12 വോൾട്ട് 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്ത് 12 വോൾട്ടാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജമ്പർ തൊട്ടിപ്പുറത്തെ ഭാഗത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12 വോൾട്ടിൽ ഡയറക്റ്റ് വർക്ക് ചെയ്യിപ്പിക്കാം. ഇനി നിങ്ങൾക്ക് 5 വോൾട്ടിലാണ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടതെന്നുള്ള കഴിഞ്ഞാൽ ഇവിടെ 5 വോൾട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ജമ്പർ ഇപ്പോൾ കിടക്കുന്ന പൊസിഷനിൽ വച്ച് കഴിഞ്ഞാൽ ആ പൊസിഷനിൽ തന്നെ വയ്ക്കണം. അതിൽ വച്ചിട്ട് പിന്നെ നിങ്ങൾ 12 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ മോഡ്യൂൾ കംപ്ലൈൻ്റ് ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 5 വോൾട്ട് കൊടുക്കുന്ന ജമ്പറിൻ്റെ ഈ ഒരു പൊസിഷനിൽ വച്ചതിന് ശേഷം ജമ്പർ വച്ചതിന് ശേഷം നിങ്ങൾക്ക് 5 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മോഡ്യൂൾ 5 വോൾട്ടിലും വർക്ക് ചെയ്യും. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12 വോൾട്ടിലും 5 വോൾട്ടിലും ഈ ഒരു സാധനം വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയാനായിട്ടുള്ളത്. സാധാരണ നമ്മൾ റെഗുലേറ്റർ സപ്ലൈ ഒക്കെ വെച്ചൊക്കെ ചെയ്യണം. ഇതിൽ 12 വോൾട്ട് ഡയറക്റ്റ് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ 5 വോൾട്ട് നിങ്ങൾ റെഗുലേറ്റർ സപ്ലൈ വെച്ച് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 വോൾട്ട് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും അതിൻ്റെ പുറകിൽ വരുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് USB സെപ്പറേറ്റ് നമുക്ക് സോക്കറ്റ് സെപ്പറേറ്റ് അവർ തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സോക്കറ്റ് നിങ്ങളുടെ ആംപ്ലിഫയറിൻ്റെ എവിടെയാണോ നിങ്ങൾക്ക് വയ്ക്കാൻ താല്പര്യം അവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഇത് വയ്ക്കാനും സാധിക്കുന്നുണ്ട്. അതൊരു പ്രത്യേകത. കാര്യം സാധാരണ നമ്മളല്ലാതെ വാങ്ങുന്ന ബ്ലൂടൂത്ത് മോഡ്യൂൾ എന്ന് പറയുമ്പം ആ ഒരു സോക്കറ്റ് ഈ ഒരു സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് USB മോഡ്യൂൾ ഡിസ്പ്ലേ ചെയ്യുന്നതിൻ്റെ കൂടെ അടിയിൽ ഒരു ഹോൾ കാണാം. അതൊരു വൃത്തികേടായിട്ട് വരും. അപ്പം അത് അങ്ങനെ കൊടുക്കാൻ ഇല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് സെപ്പറേറ്റ് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പാനലിൽ കൊണ്ട് വയ്ക്കാൻ പറ്റും. ഇനി അല്ല നിങ്ങൾക്ക് ഇവിടെ തന്നെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയും അവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സോക്കറ്റ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഇവിടെ വെച്ച് സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് അത് വരുന്നത്. പിന്നെ ഇതിനകത്ത് ബാസ് ട്രിബിൾ ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു കൂടെ റിമോട്ട് വരുന്നുണ്ട് കേസ്. പക്ഷേ എനിക്ക് അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റിമോട്ട് എടുക്കാൻ മറന്നുപോയി. ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിയ സമയത്ത് SM ഇലക്ട്രോണിക്സിൽ നിന്നാണ് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിയത്. ആ പ്രോഡക്റ്റ് വാങ്ങിയ സമയത്ത് ഇതിൻ്റെ റിമോട്ട് എടുക്കാൻ ഞാൻ മറന്നുപോയായിരുന്നു. പക്ഷേ നമ്മളൊരു വീഡിയോ ചെയ്യാൻ അത്യാവശ്യം ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ റിമോട്ട് കാണിക്കുന്നില്ല. പക്ഷേ ഇനി അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ നെക്സ്റ്റ് വേർഷൻ രണ്ടും സെയിം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ നെക്സ്റ്റ് വേർഷൻ എന്ന് പറയുമ്പോൾ അതിലൊരു ഫ്രണ്ടിലൊരു പാനലെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ ഡിസ്പ്ലേ ഒക്കെ ബാക്കിൽ പോയിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയാണ് ആ ഒരു പ്രോഡക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന സോക്കറ്റും പ്രത്യേക സെപ്പറേറ്റ് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. എൻകോഡർ അതിൻ്റെ കൂടെ എൻകോഡർ വരുന്നുണ്ട്. ഇതിനെക്കാട്ടി 50-60 രൂപ ഒരു വില വ്യത്യാസം അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഏകദേശം വർക്കിംഗ് ഒക്കെ സെയിം തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഇതിലാണ് വോളിയം കൂട്ടേണ്ടതും ഇവിടെയാണ് വോളിയം കുറയ്ക്കേണ്ടതായിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ പ്ലേ ആൻഡ് പൗസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. പിന്നെ മോഡ് സെലക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു മോഡ് സെലക്ട് ചെയ്ത് നമുക്ക് FM ഇതിനകത്ത് പറയാൻ മറന്നത് ഇതിനകത്ത് ബ്ലൂടൂത്ത് വരുന്നുണ്ട്, FM നല്ല ഓഡിയോ ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി FM നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഓക്സ് ഇൻപുട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. കൂടാതെ തന്നെ മൈക്ക് കൊടുത്തും വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ പ്രോഡക്റ്റ് വരുന്നത്. എന്തുകൊണ്ടും 600 രൂപയ്ക്ക് വർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ്. കാര്യം മൈക്കിൻ്റെ സെപ്പറേറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല ഒരു 10, 200, 300 രൂപ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് വാങ്ങി പിന്നെ അതിന് സെപ്പറേറ്റ് പവർ സപ്ലൈ കൊടുത്ത് പിന്നെ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് നോയ്സൊക്കെ കയറും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്ത് വരുന്നില്ല. കാര്യം മൈക്കെല്ലാം കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി USB മോഡ്യൂൾ തന്നെയാണ്. മറ്റേത് USB മോഡ്യൂളിനെയും കാട്ടിയും നിങ്ങൾക്ക് ഓഡിയോ ക്വാളിറ്റിയിൽ കിട്ടും. അപ്പോൾ ഇത്രയും ഫങ്ഷൻസ് ഇതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കരയൊക്കെ ആംപ്ലിഫയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഈ കൺട്രോൾസുകൾ നമുക്ക് ഇതിനകത്ത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പം കരയൊക്കെ ആംപ്ലിഫയർ നിങ്ങൾക്ക് ചെയ്യാം, ട്രോളി സ്പീക്കേഴ്സ് ചെയ്യാം. പിന്നെ ഈ അനൗൺസ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന തരത്തിലുള്ള PA ആംപ്ലിഫയർ ചെയ്യുന്ന ആൾക്കാർക്ക് ആംപ്ലിഫയർ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഗുണം ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ വേവ് ഫയൽ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. കൂടാതെ തന്നെ MP3 വേവ് ഇത്രയും ഫയൽസ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. ഫ്ലാക്ക് സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളത് എനിക്കറിയില്ല. സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് കുറവാണ്. കാര്യം വലിയ ഫയലുകൾ ഇതിനകത്ത് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ 10 MB മോഡ്യൂളിലായാലും അങ്ങനെ തന്നെയാണ്. ഫ്ലാക്ക് വേവ് പോലെയുള്ള ഫയലുകൾ അതിനകത്ത് വർക്ക് ചെയ്യും എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അതിനകത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഫ്ലാക്ക് ഫയലൊക്കെ നല്ല രീതിയിൽ സ്റ്റക്ക് അടിച്ചായിരിക്കും അത് വർക്ക് ചെയ്യുന്ന. കാര്യം ഒരുപാട് MB കൂടിയ ഫയൽസൊക്കെ സെയിം ചിപ്പ് തന്നെയാണ് അതിനകത്ത് ABയുടെ ചിപ്പ് തന്നെയാണ് അവർ അതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഈ ചിപ്പിനകത്ത് അങ്ങനെ ഒരു മോഡുണ്ട്. നമുക്ക് ഇതിനെ ഈ ഫ്ലാക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് എനേബിൾ ചെയ്യാനായിട്ട് പറ്റും. ഈ ചിപ്പ് വെച്ച് നമുക്ക് ഒരുപാട് പണിയെടുപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷെ അങ്ങനെ ഒരുപാട് പണിയെടുപ്പിച്ച് കഴിഞ്ഞാലും ഈ പറയുന്ന പോലെയുള്ള ചിപ്പ് അല്ലെങ്കിൽ ഈ ഒരു മോഡ്യൂൾ സ്റ്റക്കായി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ് അടിച്ചാലൊന്നും പോകില്ല. അങ്ങനെ ലൈറ്റ് മാത്രം കത്തി അങ്ങനെ നിൽക്കുക, ഫ്രണ്ടിലത്തെ ഡിസ്പ്ലേ മാത്രം കത്തി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ അത്യാവശ്യം നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ ഓഡിയോ നമുക്ക്
സ്ട്രീം ചെയ്യാം. അതായത് ബ്ലൂടൂത്ത് വഴി നമുക്ക് പാട്ട് കേൾക്കാം, USB വഴി പെൻ ഡ്രൈവ് വഴി നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫയൽസുകൾ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ കൂടുതൽ ഉപയോഗം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോഡൽ കൂടുതൽ ഉപയോഗം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ PA സിസ്റ്റം ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ നല്ല രീതിയിലൊരു ഉപയോഗം ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. ടെമ്പിയുടെയൊക്കെ മോഡുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇല്ലാത്ത ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. ടെമ്പിയുടെ മോഡുകൾ നല്ലത് തന്നെയാണ്, അത് കൊള്ളൂല എന്ന് പറയുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്ലാക്ക് വേവ് പോലെയുള്ള ഫയലുകൾ ചില സമയത്ത് സ്റ്റക്കടിച്ച് നിൽക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ കയ്യിൽ പല ആൾക്കാരുടെ കയ്യിലും ഫ്ലാക്ക് വേവ് പോലെയുള്ള ഫയലുകളൊക്കെ കിടക്കുന്നത് ഒറിജിനൽ ഫയലൊന്നും അല്ല, ടെലിഗ്രാമിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതാണ്. അത് എത്രയോ വട്ടം കംപ്രസ് ചെയ്ത് കംപ്രസ്സായി ഫോൺ വഴി നമുക്ക് കിട്ടുന്ന സാധനമാണ്. അതിന് ഈ ഒറിജിനൽ ഫ്ലാക്ക് വേവ് ഫയലുകളുടെ ക്വാളിറ്റി നമുക്ക് കാണത്തില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ഓഡിയോ ഔട്ട്പുട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇവിടെയാണ് ലെഫ്റ്റ് റൈറ്റ് ഔട്ട്പുട്ട് നമുക്ക് ഇതുവഴി എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ മൈക്ക് കണക്ട് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് മൈക്ക് നമ്മൾ കണക്ട് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സോക്കറ്റൊന്നും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നില്ല, ജസ്റ്റ് അതിൻ്റെ ഫീച്ചർ ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ അത് സോക്കറ്റൊക്കെ നിങ്ങൾ അഡീഷണലായിട്ട് വേറെ ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് വാങ്ങേണ്ടതാണ്. അത് മൊഡ്യൂൾ വാങ്ങുന്ന ആൾക്കാർ ആ ഒരു സാധനം നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങേണ്ടതാണ്. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നതല്ല. പക്ഷേ ഇതിനകത്ത് ഇത് എൻകോഡർ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നതല്ല, നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങേണ്ടതാണ്. ഈ ഒരു സോക്കറ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. ഈ ഒരു സാധനം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാങ്ങി ഉപയോഗിക്കേണ്ടതാണ്. കാര്യം അതിൻ്റെ ഒരു ഫീച്ചർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ അതായത് ഇതിൻ്റെ ഫുൾ ഫീച്ചർ വരുന്ന സാധനം, ഫുൾ ഓപ്ഷനായിട്ട് വരുന്ന സാധനം വേറെ ഒന്നുണ്ട്. അതിൻ്റെ റിവ്യൂ ഞാൻ ഉടനെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ നല്ലൊരു മോഡലാണ്. ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇപ്പം നിലവിൽ SM ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രം അവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഒരു 600 രൂപയ്ക്കകത്തുള്ള പ്രൈസാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഓക്കെ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. റിമോട്ട് കാണിക്കാൻ സാധിച്ചില്ല. അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ റിമോട്ട് ഉൾപ്പെടെ വീഡിയോ ചെയ്ത് കാണിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.